ശരി ശരി, വിശദമായിട്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ശ്രീ KP കൈലാസ്നാഥ്, ഇന്ത്യ സഖ്യത്തിന് 325 വോട്ടുകളാണ് നേടാനായത്. 300 വോട്ടുകളാണ് നേടാനായത്. 452 വോട്ടുകളാണ് NDA സ്ഥാനാർത്ഥിക്ക് നേടാനായത്. ആ വോട്ടുകളെക്കുറിച്ചും ആ വ്യത്യാസങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത റൗണ്ടിൽ നമുക്ക് ചർച്ച ചെയ്യാം. എനിക്കിപ്പോൾ താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ തിരഞ്ഞെടുപ്പ് NDA നേടിയ തിരഞ്ഞെടുപ്പ് വിജയവും ഈ വോട്ടുകളുടെ ഈ ഒരു ഇത്രയും വലിയൊരു അന്തരവും ഇതൊക്കെ ഏത് രീതിയിലാണ് പ്രതിഫലിക്കുന്നത്, ഏത് രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? അല്ല, ഒന്നാമത്തത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പ്രാധാന്യമൊന്നും ഉണ്ടാക്കുന്നതല്ല. കാരണം അതൊരു പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് നടക്കുന്നൊരു വോട്ടല്ല. ഓൾറെഡി രാജ്യസഭാംഗങ്ങളും ലോക്സഭാംഗങ്ങളും മാത്രമാണ് ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ് എങ്ങനെയാണ്, നിലപാട് എങ്ങനെയാണ് എന്ന് അറിയുന്നതിൽ അതിൽ മാത്രമേ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 75% വോട്ട് അന്നത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന് കിട്ടിയത്. അത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പം നടക്കുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കാരണം അന്ന് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഇന്ന് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. പക്ഷേ NDAക്ക് ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഇവിടെ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജഗ്ദീപ് ധൻഖർ രാജിവെച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉപരാഷ്ട്രപതിയായിട്ട് CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ആകെ ക്ഷീണം സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അല്പമെങ്കിലും പ്രതിപക്ഷത്തിനാണ്. കാരണം ഏറ്റവും ഒടുവിൽ മനസാക്ഷി വോട്ട് ചെയ്യണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. അതായത് ഞങ്ങളതാണ് ശരി, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സാങ്കേതികമായി അപ്പുറത്താണെങ്കിൽ പോലും നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. പക്ഷേ സത്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്രതിപക്ഷത്തിന് കിട്ടേണ്ടിയിരുന്ന വോട്ട് 315 വോട്ടാണ് പ്രതിപക്ഷത്തിന് കിട്ടേണ്ടിയിരുന്നത്. ആ പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്നത് 300 വോട്ടാണ്. 325 അല്ലേ? 315 വോട്ട് എന്തായാലും തങ്ങൾക്ക് കിട്ടുന്നതാണ് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞത്. അത് വെച്ചാണ് ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാക്കൾ ഞങ്ങൾക്ക് 315 വോട്ട് കിട്ടും എന്നാണ് പറഞ്ഞത്. പിന്നെ ഭരണകക്ഷി അല്ലാത്ത 3 പാർട്ടികൾ, ഒന്ന് പഞ്ചാബിലെ അകാലിദൾ, പിന്നെ ഒറീസയിലെ ബിജു ജനതാദൾ, പിന്നെ BRS, ഈ 3 പാർട്ടികൾ അവർ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കും എന്നാണ് പറഞ്ഞിരുന്നത്. 12 MPമാർ, 11 പേർ 12 MPമാർ YSR കോൺഗ്രസ്, പക്ഷേ BJP സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം ആഗ്രഹിച്ചിരുന്നതും ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതും ഭരണകക്ഷിയുടെ വോട്ട് കുറയും എന്നായിരുന്നു. പക്ഷേ സത്യത്തിൽ ഭരണകക്ഷിയുടെ വോട്ട് കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എങ്ങനെയാണ് ക്രോസ് വോട്ടിംഗ് നടന്നത് എന്നറിയില്ല. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ മനസാക്ഷി വോട്ട് ആഹ്വാനം അനുസരിച്ചാണെങ്കിൽ അപ്പം മനസാക്ഷി അപ്പുറത്തേക്ക് മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്യനിര, ആ ഐക്യനിരയ്ക്ക് കാര്യമായൊരു വിള്ളൽ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ കഴിയുന്നത്. കാരണം അത്രയും ഒരു ന്യൂട്രൽ കാൻഡിഡേറ്റിനെ, ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ചൊരു എന്താണ് ഒരു ലിബറൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറൽ എന്നൊക്കെ പറയാവുന്ന കാഴ്ചപ്പാടുകളുള്ള ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി, പക്ഷേ അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് ജഡ്ജിഷിപ്പൊക്കെ ഒഴിവാക്കിയിട്ട് കുറേ വർഷം, അങ്ങനെ ഒരു ആരോപണമൊന്നും ഉന്നയിക്കാൻ പറ്റില്ല. മുമ്പ് ഹിദായത്തുള്ളയൊക്കെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നതാണ്. പക്ഷേ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വൈസ് പ്രസിഡൻ്റൊക്കെ ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ആർക്കും ഉന്നയിക്കാനും കഴിയില്ലെങ്കിൽ പോലും കുറച്ചുകൂടി ഒരു ലെഫ്റ്റ് ലിബറലായിട്ടുള്ള ഒരു ആളെയാണ് പല BJP അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ, മുൻ കേന്ദ്രമന്ത്രി, മുൻ അധ്യക്ഷൻ അമിത്ഷാ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് ചില കൗണ്ടർ അറ്റാക്ക് മറുപടികൾ വന്നിട്ടുണ്ട്. അതായത് തീവ്രവാദികൾക്ക് അനുകൂലമായ വിധിയാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത് എന്നൊക്കെയുള്ളൊരു, അപ്പോൾ അതിന് അദ്ദേഹം തന്നെ കൊടുത്ത മറുപടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ വിവാദത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്ത് തന്നെയായാലും പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ട് ഭരണകക്ഷിയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഭരണകക്ഷിയിലെ ചില ഘടകകക്ഷികളെങ്കിലും തങ്ങളുടെ കൂടെ വരും എന്നുള്ളൊരു പ്രതീക്ഷ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ വോട്ട് ചോർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നിരകളിൽ ശക്തമായ വിള്ളലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു
അത് മാത്രമാണ് എനിക്കിപ്പം ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാൻ കഴിയുന്നത്. പ്രതിപക്ഷത്തിനിടയിൽ ചെറിയൊരു വിള്ളലുണ്ടായിട്ടുണ്ട്. അതേസമയത്ത് ഭരണകക്ഷിക്ക് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അവർ കുറച്ച് പ്രതിപക്ഷത്തിൻ്റെ വോട്ടുകൾ എടുത്തിട്ടുണ്ടോ എന്ന് വരെ നമുക്ക്, അല്ലെങ്കിൽ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെയാണ് നമുക്ക് ഈ കണക്കുകൾ. ഇനി ഒരുപക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ ഏതൊക്കെ പാർട്ടി എങ്ങോട്ട് വോട്ട് ചെയ്തു എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്ത് വരുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന് നേരിയ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ അവരുടെ ഒരു ഐക്യനിലയിൽ ഒരു വിള്ളലുണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.